നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി കാത്തലിക് നസ്രാണി അസോസിയേഷൻ അങ്കമാലിയിൽ അനുസ്മരണ പ്രാർത്ഥന നടത്തി. കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന അൽവി സെന്റർ കനകമല റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങുകൾ നടക്കുക. പോപ്പിന്റെ ആഗ്രഹം പോലെ റോമിലെ സെയിന്റ് മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം. ബുധനാഴ്ച രാവിലെ മുതൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കാനും കർദിനാൾ സഭയുടെ പ്രത്യേക യോഗം തീരുമാനിച്ചു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 മുതലാണ് പൊതുദർശനം. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന ഹാളിലാകും പൊതുദർശനം. മൃതദേഹം ഇപ്പോൾ മാർപ്പാപ്പയുടെ പ്രത്യേക ചാപ്പലിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബുധനാഴ്ച പൊതുദർശനത്തിന് വെക്കുന്ന ഹാളിലേക്ക് ഭൗതികദേഹം മാറ്റും. സിങ്ക് പൂശിയ മരത്തിൽ തീർത്ത കഫീനിലാണ് പാപ്പയുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നത്. ചുവന്ന മേലങ്കിയും മാർപ്പാപ്പയുടെ മൈറ്റർ കിരീടവും ധരിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെറൽ നേതൃത്വം നൽകും. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് വത്തിക്കാന്റെ ഭരണ ചുമതല താൽക്കാലികമായി കർദിനാൾ കെവിൻ ഫെറലിന് നൽകിയിട്ടുണ്ട്. നയതീരുമാനങ്ങൾ ആവശ്യമായി വന്നാൽ കർദിനാൾ സഭ ചേർന്ന് തീരുമാനമെടുക്കും. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് 10,000-കണക്കിന് വിശ്വാസികളാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. രാത്രിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെറൽ നേതൃത്വം നൽകി. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മാർപ്പാപ്പയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറെ വേദനയുണ്ടാക്കുന്ന വിയോഗമെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ആഗോള കത്തോലിക്ക സഭയെ അനുശോചനം അറിയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമായി ലോകം എക്കാലവും അദ്ദേഹത്തെ ഓർക്കും. പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കുമായി അദ്ദേഹം പ്രവർത്തിച്ചെന്നും പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വളരെയധികം വേദനിക്കുന്നു. വേദനയുടെ ഈ മണിക്കൂറിൽ ആഗോള കത്തോലിക്ക സഭയെ എന്റെ അനുശോചനം അറിയിക്കുന്നു. കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമായ മാർപ്പാപ്പയെ ലോകമെമ്പാടുമുള്ളവർ ഓർമ്മിക്കും. ഏറ്റവും പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി അദ്ദേഹം സേവനം ചെയ്തു. പ്രതിസന്ധി നേരിടുന്നവർക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ വെട്ടമായി. മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചകളെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇന്ത്യക്കാരോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം എല്ലായ്പ്പോഴും ഓർമ്മിക്കപ്പെടും. ദൈവത്തിന്റെ കരുണയിൽ അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മാതാ അമൃതാനന്ദമയി. ധൈര്യം, വിനയം, സാർവത്രിക സ്നേഹം എന്നീ മൂല്യങ്ങളാണ് അദ്ദേഹം ജീവിതത്തിലുടനീളം പ്രതിഫലിപ്പിച്ചതെന്ന് അവർ അനുസ്മരിച്ചു.
വിഭജനത്തിന്റെ ലോകത്ത് ഐക്യത്തിനായി നിലകൊണ്ട വ്യക്തിത്വമാണ് പോപ്പിന്റേതെന്നും അവർ വ്യക്തമാക്കി. അദ്ദേഹം പലർക്കും വഴികാട്ടിയായി. വിഭജനങ്ങളുടെ ലോകത്ത് ഐക്യത്തിനായി നിലകൊണ്ടു അവർ അനുസ്മരിച്ചു. മനുഷ്യക്കടത്തും നിർബന്ധിത ജോലിയും ഉൾപ്പെടെയുള്ള ആധുനിക അടിമത്തത്തിനെതിരായ സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ 2014 വത്തിക്കാൻ സന്ദർശിച്ചതും അമർദാനന്ദമായി അനുസ്മരിച്ചു. ആ കൂടിക്കാഴ്ച ഹൃദ്യവും പ്രചോദനാത്മകവുമാണെന്ന് അവർ വിശേഷിപ്പിച്ചു. അദ്ദേഹം എന്നെ തുറന്ന കൈകളാൽ സ്വീകരിച്ചു. ആ നിമിഷത്തെയും ഞങ്ങളുടെ കൂടിക്കാഴ്ചയെയും ഞാൻ വിലമതിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എളിമയും ഊഷ്മളതയും എന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ആ വിലയേറിയ നിമിഷത്തിൽ ഒന്നിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു ആത്മാവിനെ, മാനവികത കുടുംബമായി സ്വീകരിച്ച ഒരു നേതാവിനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നാം ദുഃഖിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതം പിന്തുടരുകയും പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം, അമൃതാനന്ദമയി അനുസ്മരണ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അങ്കമാലിയിൽ അനുസ്മരണ പ്രാർത്ഥന നടത്തി. അങ്കമാലി ടൗൺ കപ്പേളയുടെ മുമ്പിൽ നടന്ന അനുസ്മരണ പ്രാർത്ഥനകൾക്ക് കൺവീനർ ജോസ് പാറേക്കാട്ടിൽ നേതൃത്വം നൽകി. പാപ്പയുടെ ചിത്രത്തിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചുമാണ് വിശ്വാസികൾ പ്രാർത്ഥന നടത്തിയത്. ഈ കാലഘട്ടത്തിലെ ജീവിച്ചിരുന്ന മറ്റൊരു ക്രിസ്തുവായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അനുസ്മരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയായി മാറുവാൻ, ആ പാപ്പയുടെ ചൈതന്യം ഞങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകുവാൻ ഒട്ടനവധി മാറ്റങ്ങൾക്ക് സീറോ മലബാർ സഭയിലും തന്റേടമായ തീരുമാനമെടുത്ത നമ്മുടെ സഭയെ സംരക്ഷിച്ച മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പാവപ്പെട്ടവരുടെ പിതാവ്, പാവപ്പെട്ടവരുടെ ആൾ ദൈവം എന്ന് പറയാവുന്ന ഞങ്ങളുടെ മാർപ്പാപ്പ ഇന്ന് ഞങ്ങളെ വിട്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് പോയി. ഈശോയെ, സഭയുടെ എല്ലാ പ്രശ്നങ്ങളിലും, ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇതുവരെയും തീരുമാനങ്ങൾ എടുക്കുവാനും നിലപാടുകൾ വ്യക്തമാക്കുവാനും സാധിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ പാപ്പയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, പാപ്പയുടെ എല്ലാ ശുശ്രൂഷകളെയും ചേർത്ത് നിൽക്കുന്ന വിധത്തിൽ കർത്താവെ പുതിയ ഭരണാധികാരികൾ ഞങ്ങൾക്ക് ലഭിക്കപ്പെടുവാനും ഞങ്ങളുടെയും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 26 തൃശൂരിൽ നടക്കുന്ന മെഗാ തൊഴിൽ മേളയ്ക്ക് മുന്നോടിയായി ചാലക്കുടി മുനിസിപ്പാലിറ്റി ജോബ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം ആരംഭിച്ചു. ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു ആലപ്പൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബിജു എസ് സിറൈത്ത് അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, പ്രതിപക്ഷ നേതാവ് CA സുരേഷ്, TRP ബീന ഡേവിസ്, സതീഷ് ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. HRD ട്രെയിനർ ഷൈൻ സന്തോഷ് ക്ലാസ് എടുത്തു. ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്നത് എങ്ങനെ, റെസ്യൂമെ ബിൽഡിംഗ് എങ്ങനെ, ഇംഗ്ലീഷ് ഭാഷ നൈപുണ്യ, സോഫ്റ്റ് സ്കിൽ എന്നിവ വിഷയങ്ങളിലാണ് പരിശീലനം നടന്നത്. എല്ലാ ദിവസവും മുനിസിപ്പൽ ജൂബിലി ഹാളിലാണ് പരിശീലനം നടക്കുന്നത്. പരിശീലനങ്ങളിൽ പങ്കെടുക്കാനും DWMSC പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിൽ മേളയിൽ പങ്കെടുക്കാനും 9048 331337 9947260313 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന അലവി സെന്റർ കനകമല റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.41 കോടി രൂപ ചെലവിലാണ് 3.67 കിലോമീറ്റർ ദൂരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചാലക്കുടി നഗരസഭയിലും കൊടകര പഞ്ചായത്തിലുമായി കിടക്കുന്ന ഈ റോഡ് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പ്രധാന മാർഗമാണ്. വർഷങ്ങളായി റോഡ് തകർന്നു കിടന്നതുമൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ബെന്നി ബെഹനാൻ MP-യുടെയും സനീഷ് കുമാർ ജോസഫ് MLA-യുടെയും ശ്രമഫലമായി റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും പ്രവൃത്തിക്കായി 3.41 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കി വരുന്ന ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. റോഡ് നിർമ്മാണത്തിനുള്ള കല്ലും മെറ്റലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള റോഡിലെ സാമഗ്രികൾ തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതാണ് പുതിയ സാങ്കേതികവിദ്യ. ഇതിലൂടെ പുതിയ റോഡ് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ 75% ഇതിൽ നിന്ന് തന്നെ ഉപയോഗപ്പെടുത്താനാകും. വലിയ മെഷീനറികൾ ഉപയോഗിച്ച് നിലവിലുള്ള റോഡ് പൂർണ്ണമായും പൊളിച്ച് ടാറും കല്ലും മണ്ണും പൊടിച്ചതിനു ശേഷം സിമന്റും കെമിക്കലും കൂട്ടി യോജിപ്പിച്ചാണ് റോഡിൽ വിരിക്കുന്നത്. ഇത് ബലമേറിയ കംപ്രസർ ഉപയോഗിച്ച് റോൾ ചെയ്തതിനു ശേഷം ഇതിനു മുകളിൽ പ്രത്യേകതരം ഷീറ്റ് വിരിച്ച് അതിനു മുകളിലാണ് പുതിയ ടാറിംഗ് പ്രവൃത്തി നടക്കുക. 3.75 മീറ്റർ വീതിയിൽ ടാറിങ്ങും ഇതിന് ഇരുഭാഗത്തും കോൺക്രീറ്റും ചെയ്യും. മഴവെള്ളം ഒഴുകി പോകുന്നതിനുള്ള കൾവെട്ടുകളും നിർമ്മിക്കും. കേരളത്തിൽ സമീപകാലത്ത് നടപ്പിലാക്കി തുടങ്ങിയ ഈ സാങ്കേതിക വിദ്യയിലുള്ള പ്രവൃത്തിയിൽ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ പ്രവൃത്തിയാണ് അലവി സെന്റർ കനകമല റോഡിന്റെ നവീകരണം.
റോഡ് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ ചെയർമാൻ ഷിബു വാലപ്പൻ, വാർഡ് കൌൺസിലർമാരായ ജോയ് ചാമവളപ്പിൽ, സൗമ്യ വിനേഷ്, ബിജു എസ് ചിറയത്ത്, മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ, ആലി ഷിബു, പൊതുപ്രവർത്തകരായ വി എം ആൻഡു, ഷൈൻ മുണ്ടക്കൽ, വൈജു അറയ്ക്കൽ, ഷിഫ സന്തോഷ്, ടി എ ശിവരാമൻ, അരുൺകുമാർ, ജോസ് കോച്ചേക്കാടൻ, പുഷ്പാകരൻ പള്ളാടത്ത്, റഹ്മത്തുള്ള മടപ്പള്ളി, ജോണി മഞ്ഞാങ്ങ എന്നിവർ സ്ഥലത്തെത്തി. അന്നനാട് നായർക്കര യോഗത്തിലെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ മദർ പാരന്റിംഗ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന അമ്മമാർക്ക് മാത്രമാണ് ശില്പശാലയിലേക്ക് പ്രവേശനം അനുവദിക്കുക. അന്നനാട് വേലുപ്പള്ളി ബാലശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ മെയ് 4 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചതിരിഞ്ഞ് 4 വരെയാണ് ശില്പശാല. പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റ്, ഉച്ചഭക്ഷണം, റിഫ്രഷ്മെന്റ് എന്നിവ നൽകുന്നതാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മായ നായരാണ് ശില്പശാല നയിക്കുക. അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നിയമസഹായത്തെപ്പറ്റി ക്ലാസ് നയിക്കും. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 95 39 0044 31 97 44 61 56 80 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഓമന കൃഷ്ണൻകുട്ടി, ജനറൽ കൺവീനർ ജ്യോതി പ്രദീപ്, സെക്രട്ടറി ഉഷ സുകുമാരൻ, വൈസ് പ്രസിഡന്റ് നിർമ്മല രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി രജനി രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. നമ്മൾ അന്നനാട് നായർക്കരയോഗം വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അമ്മ അറിയാൻ എന്ന പേരിലൊരു മദർ പാരന്റിംഗ് ഏകദിന ശില്പശാല ഈ വരുന്ന 2024 മെയ് 4 രാവിലെ 9:30 മുതൽ 4 മണി വരെ അന്നനാട് ശ്രീ വേലുപ്പള്ളി ബാലശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനായിക്കൊണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിത പ്രാരാബ്ധങ്ങളുടെയും ഇഴയകന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ആശങ്കാകുലമായ ജീവിതം നയിക്കേണ്ടി വരുന്ന അമ്മമാർക്കുമായിട്ട് നടത്തുന്ന ഒരു ഏകദിന ശില്പശാലയാണ്. ഈ പ്രതിബന്ധങ്ങളെ എങ്ങനെ മറികടക്കാം, സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെ ഏറ്റവും മികച്ചവരായി വളർത്താം, എങ്ങനെ ഒരു മികച്ച അമ്മയാകാം എന്നീ ചോദ്യങ്ങൾക്ക് ഏറ്റവും മികച്ച ഉത്തരവുമായി അതിനുള്ള പരിശീലനവുമായിട്ടാണ് തിരുവനന്തപുരം ശ്രദ്ധ വെൽനസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ നയിക്കുന്ന മദർ പാരന്റിംഗ് ഏകദിന ശില്പശാല നടത്തുന്നത്. ശില്പശാല നയിക്കുന്നത് ശ്രീമതി മായ നായരാണ്. ശ്രദ്ധയുടെ ആള് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. സുവർണ ജൂബിലി പിന്നിട്ട സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അന്നനാട് നായർക്കരയോഗത്തിൻ്റെ വനിതാ വിഭാഗം, പ്രഥമ പോഷക സംഘടനയായ വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, നടത്തി വരാറുണ്ട്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എക്കാലവും പ്രാധാന്യം നൽകി കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ പതിയിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഞങ്ങളിൽ കഴിയാവുന്ന വിധത്തിലൊരു കൈത്താങ്ങ് നൽകാം എന്ന ചിന്തയോടുകൂടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അമ്മ അറിയാൻ എന്നത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ചരിത്രത്തിലാദ്യമായി പവന് 75,000 എന്ന തലത്തിലേക്കാണ് സ്വർണ്ണവില നീങ്ങുന്നത്. ഒറ്റയടിക്ക് 2,200 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ പവൻ വില 74,000 കടന്ന് പുതിയ ഉയരം കുറിച്ചിരിക്കുകയാണ്. 74,320 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 275 രൂപയാണ് വർദ്ധിച്ചത്. 9,290 രൂപ വരെയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില.
ഉടൻ തന്നെ ഗ്രാം വില 10,000 കടക്കുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ഈ മാസം 12-നാണ് സ്വർണ്ണവില 70,000 കടന്നത്. 10 ദിവസത്തിനിടെ 4,000-ലധികം രൂപയാണ് വർദ്ധിച്ചത്. 17-ന് 840 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ആദ്യമായി 71,000 കടന്നത്. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നുണ്ടെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. വയോധികയായി മാതാവിനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. നഗരസഭയിൽ അഭയം തേടിയ ഇവരെ ചെയർമാന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരടങ്ങിയ സംഘം വീട്ടിൽ തിരികെ കൊണ്ടാക്കുകയും മകന് താക്കീത് നൽകുകയും ചെയ്തു. സിത്താര നഗർ പൈനാടത്ത് വീട്ടിൽ 93-കാരിയായി ത്രേസ്യയാണ് മകൻ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പറയുന്നത്. നഗരസഭ സിത്താര നഗറിൽ നിർമ്മിച്ച ഫ്ളാറ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവർ താമസിക്കുന്നത്. ത്രേസ്യയുടെ പേരിലാണ് ഫ്ളാറ്റ് അനുവദിച്ചത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ഇളയ മകനും കുടുംബവും ഇവിടേക്ക് താമസം മാറ്റിയത്. തുടർന്നാണ് ഇവർക്ക് മർദ്ദനമടക്കമുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടായത്. ഈസ്റ്റർ ദിനത്തിൽ മദ്യപിച്ചെത്തിയ മകൻ ഇവരെ മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായും പറയുന്നു. തുടർന്നാണ് ഇവർ നഗരസഭയിൽ അഭയം തേടിയത്. തുടർന്ന് നഗരസഭാ ചെയർമാൻ ഷിബു മാലപ്പനും പ്രതിപക്ഷ നേതാവ് CS സുരേഷും നഗരസഭാ കൌൺസിലർമാരായ BJ ജോജി, BG സദാനന്ദൻ, TD എലിസബത്ത്, VO പൈലപ്പൻ, പ്രീതി ബാബു എന്നിവർ ചേർന്ന് നഗരസഭ നൽകിയ വീട്ടിലെത്തി മകനെ താക്കീത് നൽകി ത്രേസ്യയ്ക്ക് സുരക്ഷിതമൊരുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി കാത്തലിക് നസ്രാണി അസോസിയേഷൻ അങ്കമാലിയിൽ അനുസ്മരണ പ്രാർത്ഥന നടത്തി. കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന അൽവി സെന്റർ കനകമല റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.